കരുനാഗപ്പള്ളി കൊലപാതകത്തിൽ രണ്ടുപേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കൊലയിൽ നേരിട്ട് പങ്കെടുത്ത രാജപ്പൻ എന്ന രാജീവ്, വാഹനമെടുത്തു നൽകിയ കുക്കു എന്ന മനു എന്നിവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. എം മനോജ് ഒപ്പം ചേരുന്നു. മനോജ് പറയൂ. കൃഷ്ണരാജ്, രണ്ട് പ്രതികളുടെ അറസ്റ്റാണ് പോലീസ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇവരെ കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് വരികയായിരുന്നു. ഇതിൽ കൊലപാതകത്തിൽ നേരിട്ട് പങ്കുള്ള രാജപ്പനും ഒപ്പം കുക്കു എന്ന് വിളിക്കുന്ന പ്രതിയുമാണ് ഈ അറസ്റ്റിലായിട്ടുള്ളത്. ഇവരോടൊപ്പം തന്നെ മറ്റ് 2-3 പേരെയും കൂടെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് വരികയാണ്. അതിൽ മറ്റൊരു കാര്യം, ഈ സന്തോഷ് കൊലക്കേസിൽ മുഖ്യ പ്രതിയായിട്ടുള്ള ആലുവ അതുൽ പോലീസിന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. അതായത് ആലുവയിൽ വെച്ചാണ് അലുവ അതുൽ എന്നാണ് ഈ പ്രതിയുടെ പേര്. ആലുവയിൽ വെച്ചാണ് ഈ വാഹന പരിശോധനയ്ക്കിടെ ഈ പ്രതി ഇറങ്ങി ഓടിയത്. കാറിൽ നിന്നും ഇറങ്ങി ഓടുകയായിരുന്നു. ഇയാളോടൊപ്പം ഭാര്യയും കുഞ്ഞും ഈ സമയത്ത് ഉണ്ടായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. ഭാര്യയും കുഞ്ഞിനെയും കാറിൽ ഉപേക്ഷിച്ച ശേഷമാണ് ഈ പ്രതി അവിടെ നിന്നും രക്ഷപ്പെട്ടത്. എന്തായാലും ഇവർക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം ഊർജിതമാകുന്ന സമയത്താണ് പോലീസിന്റെ കൺമുന്നിൽ നിന്നും പ്രതി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതോടൊപ്പം തന്നെ കൊട്ടേഷൻ നൽകിയിട്ടുള്ള പങ്കജ് എന്നുള്ള പ്രതിയും ഒളിവിലാണ്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. അങ്ങനെയാണ് 2 പ്രതികളെ പോലീസിനെ പിടികൂടാൻ സാധിച്ചത്. പിന്നാലെയാണ് ഈ ബാക്കിയുള്ള പ്രതികൾക്കായുള്ള അന്വേഷണവും തുടരുന്നത്. എന്തായാലും ഈ മുഖ്യപ്രതികളിൽ ഒരാളായിട്ടുള്ള പങ്കജുമായി CPM നേതാക്കൾക്കടക്കം ബന്ധമുണ്ട് എന്നുള്ളതിന്റെ വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ TP വധക്കേസ് പ്രതിയായിട്ടുള്ള കൊടിസുനിയുമായും ഈ പങ്കജിന് ബന്ധമുണ്ടായിരുന്നു. അത്തരത്തിൽ ഈ കൊട്ടേഷൻ സംഘങ്ങളുമായും അതോടൊപ്പം തന്നെ CPMന്റെ സമുന്നതരായിട്ടുള്ള നേതാക്കളുമായും ഒക്കെ ബന്ധം പുലർത്തിയിരുന്ന ആളാണ് ഈ മുഖ്യ പ്രതിയായിട്ടുള്ളത്. എന്തായാലും ഈ കൊലപാതകം നടന്നതിന് പിന്നാലെ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. മറ്റു പ്രതികളെ കൂടെ ഉടൻ പിടികൂടാൻ സാധിക്കുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. കൃഷ്ണരാജ്. ശരി മനോജ്.